എന്താ പരിമിതി? അയാൾ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി ആയതാണോ പരിമിതി? അയാൾ ചലവറ ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പർ ആയതാണോ നിങ്ങളുടെ പരിമിതി? അയാൾ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ ആയതാണ് നിങ്ങളുടെ പരിമിതി. നിങ്ങൾ പറ, ഞങ്ങൾ കൈകാര്യം ചെയ്തോ? ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തോ? നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിനായതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളുടെ ഒരു സാധനം കട്ട് ചെയ്ത് പോകില്ല. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അല്ല പറയാ 10 മിനിറ്റ് സമയം പത്തരാന്നുണ്ടെങ്കിൽ പിന്നെ പോലീസ് കേസായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ എന്തോ അതിനനുസരിച്ചിട്ട് അവർ രണ്ടും നമ്മുടെ അപ്പലേറ്റ് അതോറിറ്റികളാണ്. ആ അതോറിറ്റികളുടെ അന്വേഷണം അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ചിട്ടുള്ള നടപടി ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ് എന്താ? അധ്യാപകനെതിരെ സ്കൂളിൽ വരണ്ട. അല്ല, അങ്ങനെ ഒരു യാന്ത്രികമായ വാക്കല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾ അതോറിറ്റി, ഇപ്പൊ മാനേജർ ഉണ്ട്, പ്രധാന അധ്യാപികയുണ്ട്, നിങ്ങളുടെ ഡിസിഷന്റെ ഭാഗമായി നിങ്ങളെടുത്ത തീരുമാനം എന്താണ്? അതായത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ പറയുന്നത് ഇപ്പൊ നടത്തിയ നമ്മുടെ ഈ വിഷയത്തിന്റെ ഭാഗമായി നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് അത് ഞങ്ങൾക്ക് അറിയുന്നു. വേറെ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അല്ലാതെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പോവാൻ സമ്മതിക്കില്ല. സിമ്പിളായി ഞങ്ങൾ പറയാം. അല്ല, അന്നടിച്ച അധ്യാപകൻ അവിടെ ക്ലാസ് എടുക്കണം. ഞങ്ങൾ പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ സൈഡ്, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആ വിദ്യാർത്ഥിയുടെ സൈഡ് വരെ കേട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു അന്വേഷണ കമ്മീഷൻ അവിടെ തീരുമാനിക്കുക. എന്നിട്ട് വിദ്യാർത്ഥികളുടെയും ആ കുട്ടിയുടെയും പാരന്റ്സിന്റെയും അവരുടെ ഭാഗം നിങ്ങൾ കേക്ക്. അത് നിങ്ങൾ കേൾക്കണ്ടേ? നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വിശ്വസിച്ച് അഡ്മിഷൻ എടുത്തൊരു സ്റ്റുഡന്റ് അല്ലേ? നിരന്തരമായിട്ട് ഞങ്ങളുടെ ഡിമാൻഡ് വ്യാപകമായ പരാതിയാണ്. ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിരിക്കുകയാണ്. ഒരു തവണയല്ല, 2 തവണയല്ല. അത് അന്വേഷിക്കാൻ ഞങ്ങൾ 10 മിനിറ്റ് സമയം പത്തരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പരിമിതികളുണ്ടെങ്കിൽ അത് പറയും. എന്താ പരിമിതി? അയാൾ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി ആയതാണോ പരിമിതി? അയാൾ ചലവറ ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പർ ആയതാണോ നിങ്ങളുടെ പരിമിതി? നടപടിയെടുക്കും. അയാൾ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ ആയതാണ് നിങ്ങളുടെ പരിമിതി. നിങ്ങൾ പറ, ഞങ്ങൾ കൈകാര്യം ചെയ്തോ? ഞങ്ങൾ കൈകാര്യം ചെയ്തോ? ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തോ? അയാൾ ഈ സ്കൂളിനകത്ത് കയറിയ ടീച്ചറെ അയാൾ അധ്യാപകനാണെന്നുള്ളത് ഞങ്ങൾ മറക്കും. ഒരു തർക്കമല്ല അതിനകത്ത്. അയാൾ ഈ സ്കൂളിനകത്ത് കയറിയാൽ അയാൾ അധ്യാപകനാണെന്നുള്ളത് ഞങ്ങൾ മറക്കും. ഒരു തർക്കവും വേണ്ട അതിനകത്ത്. അടിയന്തരമായിട്ട് നടപടിയെടുത്ത് ആർക്കാ തടസ്സം? ഒരു തടസ്സം ഉണ്ടോ? അത് പറയും. അല്ല, തടസ്സം നിങ്ങൾ മെയിൻ അതോറിറ്റി ഇവിടെ വിളിച്ചോളൂ. അധ്യാപകൻ വിദ്യാർത്ഥിയെ ആക്രമിച്ചു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ജാലകം കൊടുത്ത ബൈക്കിലൊക്കെ അടിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിക്ക് പരിക്കുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥ പരിഗണിക്കപ്പെടണം. മറ്റൊരു വിദ്യാർത്ഥിക്ക് അവസരം ഉണ്ടാവരുത്. അത് ചോദിക്കാൻ വന്ന, അന്വേഷിക്കാൻ വന്ന കൊണ്ട് രക്ഷിതാവിനെ നേരെ ആക്രമിക്കാൻ ചെന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ടീച്ചർ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റാണ് തീരുമാനിക്കേണ്ടത്. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിനായതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളുടെ ഒരു സാധനം കട്ട് ചെയ്ത് പോകില്ല. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അല്ല പറയാ മുസ്ലിം ലീഗിനാണുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ബേജാറാവണ്ട. ഞങ്ങൾ ആ രീതിക്ക് കടന്നിട്ടില്ല. പ്രധാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത മനുഷ്യരൊക്കെ മുസ്ലിം ലീഗുകാരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ മനുഷ്യരും ലീഗുകാരാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതിനെ പരിഗണിക്കപ്പെടുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, അടിയന്തരമായി തീരുമാനിക്കുന്നത്.
വളരെ സിമ്പിൾ ആണ് സസ്പെൻഡ് ചെയ്യാൻ. ഇത് തന്നു ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളും. ഈ രണ്ട് കാര്യങ്ങൾ ഇതിന്റെ കമ്മിറ്റിയുടെ അധ്യാപകർ ആരൊക്കെയായിരുന്നു ഞങ്ങൾ ഇനി ആലോചിക്കാൻ നിങ്ങൾക്ക് സമയമാണോ? ഇനി ആലോചിക്കാൻ സമയമാണോ? സമയമാണോ? ഇനി ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. SFI SFIയുടെ സ്ട്രൈക്ക്